Thank you, God, for everything. Thanks. ഓക്കെ, റെക്കോർഡ് ചെയ്തിട്ടുണ്ടായില്ല, അതാണ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അന്നാറോ പ്രയർ ചെയ്തോളൂ. Okay, thank you, God, for the world so sweet. Thank you, God, for giving me a new day. Thank you, God, for everything. ഓക്കെ, തോട്ട് എന്തെങ്കിലും ഉണ്ടോ? തോട്ടുണ്ടോ? തോട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? പറയാറില്ലല്ലേ നിങ്ങള്? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ സഹദുവിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കളർ ടാബ്ലറ്റ്സിനെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ? Yes, miss. ഓക്കെ, ഞാൻ കാണിച്ച കളർ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞാല് സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? എന്തായിരുന്നു സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ്? എന്താ പറഞ്ഞത്? മാം 11 ജോഡിയുള്ള ആ ടാബ്ലറ്റ്സ് അല്ലേ മാം? അതെ അതെ, അതിനെയാണ് സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, 11 ജോഡി അല്ലെ? എത്ര വീതം ഉണ്ടാകും ഓരോന്നിലും? രണ്ടെണ്ണം വീതം. അല്ലെ? ഓക്കെ, അപ്പൊ അത് സെക്കൻഡറി ആണ്. നമുക്ക് ഇനി ആദ്യത്തെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. കളർ ബോക്സ് പ്രൈമറി എന്ന ഹെഡിങ് കൊടുക്കുക. പ്രൈമറി കളർ ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവണേ നമുക്കൊന്ന് നോക്കാം. എഴുതിയിട്ടില്ലല്ലോ നിങ്ങള്? റെക്കോർഡിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ മാം, നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന റെക്കോർഡിൽ 5ാമത്തെ റെക്കോർഡിൽ അതെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഓ ഞാൻ വിചാരിച്ചു തന്നിട്ടില്ലെന്ന്. ഓക്കെ, പ്രൈമറിയില് എന്തൊക്കെ കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈമറി കളർ ബോക്സിൽ? എഴുതിയിട്ടില്ലേ നിങ്ങളുടെ റെക്കോർഡില്? ഏതാണ് പ്രൈമറി കളേഴ്സ്? അറിയത്തില്ല. ബ്ലൂ, യെല്ലോ, റെഡ്. റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ, അതാണ് പ്രൈമറി കളേഴ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. സെക്കൻഡറിയിലാണ് 11 കളേഴ്സ്. അത് 11 ജോഡിയായിട്ടാണ് ഉണ്ടാവുക. ഏതൊക്കെ കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ. ഏതൊക്കെ കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ഗ്രേ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇതിനെയാണ് സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് കളർ ബോക്സ് ഫുൾ സെറ്റ്, അതായത് ടെർഷ്യറിയിൽ പെടുന്നതാണ്. In this different color shade of 63 tablets are available. It is having 9 colors of 7 different shades. അതായത് 63 ടോട്ടൽ ആയിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ 9 കളേഴ്സ് ഉണ്ടാവും 7 ഡിഫറെന്റ് ഷെയ്ഡ്സിലുള്ള. കളറുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ, അതുപോലെ തന്നെ ഗ്രീൻ, പർപ്പിൾ, ദെൻ ഓറഞ്ച്, പിങ്ക്, ഗ്രേ ആൻഡ് ബ്രൗൺ. ഇതാണ് ടെർഷറിയിലുള്ളത് കേട്ടോ, അല്ലെങ്കിൽ കളർ ബോക്സ് ഫുൾ സെറ്റിലുള്ളത്. അത് നമുക്ക് അവൈലബിൾ അല്ല. നമ്മുടെ കയ്യിലുള്ളത് സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് ആണ്. അത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലായോ? വായിച്ചു നോക്കിയാൽ മതി, അപ്പൊ കൂടുതലായിട്ട് ക്ലിയർ ആകും കേട്ടോ.
ഞാൻ അടുത്തത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത് ബൈനോമിയൽ ക്യൂബ് ആണ്. ഇത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലേ? ഈ ബോക്സിലായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. ഞാനിപ്പോ ഇത് പുറത്തെടുത്ത് വെച്ചേക്കുവാണ്. നോക്കി നിങ്ങള് ക്യൂബും ക്യൂബോയിഡ് ഷേപ്പും ആണ് ഇതിനകത്തുള്ളത് കേട്ടോ. 8 എണ്ണം ഉണ്ട്. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും a+b ദ ഹോൾ ക്യൂബ് എന്നുള്ളൊരു ഇത് പഠിച്ചിട്ടില്ലേ നിങ്ങള്? പഠിച്ചിട്ടുണ്ടോ? a+b ഹോൾ ക്യൂബ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിനനുസരിച്ചിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ കുട്ടികൾക്ക് അതിന്റെ ആവശ്യമില്ല. കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾക്ക് ആ ഒരു ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പഠിക്കണമെന്നൊന്നുമില്ല. അവർക്ക് ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ക്രോമാറ്റിക് സെൻസ് അഥവാ കളർ സെൻസ്, ഷേപ്സ് ഇതൊക്കെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ബൈനോമിയൽ ക്യൂബ് ഉപയോഗിക്കുന്നത്. 8 എണ്ണമാണ് കേട്ടോ. അതിനകത്ത് താഴെ ഇതിന്റെ ശരിക്കും ഫോർമുല അനുസരിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ താഴെ 2 സ്ക്വയർ 4 എണ്ണം വരും, മുകളിലും 2 സ്ക്വയർ 4 എണ്ണം വരും, മൊത്തം 8, ടോട്ടൽ ആയിട്ട് 8. ഇത് അറേഞ്ച് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാല് ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെ ഇരിക്കും ഈ ഒരു സംഭവം. ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഈ ഇത് എടുക്കുക, ഈ ക്യൂബും ക്യൂബോയിഡും എടുക്കുക. എന്നിട്ട് ഇത് എടുത്തു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇതിന് ഈക്വൽ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യും. അതായത് ഇവിടെ നോക്കി നിങ്ങള്, ഇവിടെ ഇപ്പൊ ബ്ലൂ കളറാണ് വരുന്നത് അല്ലെ? അപ്പോ ബ്ലൂ കളറ് താഴെ വരുന്ന നോക്കി നിങ്ങള് കണ്ടോ, താഴെയായിട്ടാ വരുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കൂ, ബ്ലൂ കളർ വന്നു, ഇവിടെ ബ്ലാക്ക് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഫേസ് ബ്ലാക്ക് ആവണം. ഓക്കെ, ഇവിടെ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇതിന്റെ ഫേസ് ബ്ലാക്ക് ആവണം, ഇവിടെ ബ്ലൂ. അങ്ങനെ ഇത് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ എന്ത് കളറാ വന്നിരിക്കുന്നേ? റെഡ്, എന്ത് ബ്ലാക്ക്. കളറാ? അപ്പൊ നോക്കിയേ, കണ്ടോ, താഴെ ബ്ലാക്ക്, ഇവിടെ എന്താ വന്നിരിക്കുന്നേ? ഫേസ് റെഡ് ആയിരിക്കണം കേട്ടോ. താഴെ, അതായത് താഴെ ആയിട്ട് ബ്ലാക്ക് കളറും ഫേസ് റെഡും ആയിരിക്കണം. അങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിങ്ങനെ ഞാനത് കാണിച്ചു തരുന്നില്ല, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് ചെയ്താൽ കൂടുതൽ ക്ലിയർ ആകും. അതുപോലെ തന്നെ ഓരോ കളറും താഴെ ബ്ലാക്ക് ആണെങ്കിൽ ആ ബ്ലാക്ക് അനുസരിച്ച്, അതുപോലെ തന്നെ ഫേസ് എന്താണോ, ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഞാൻ സെറ്റ് ചെയ്തതാണ്, ഇത് താഴെ വീഴ് പോകും. നമുക്ക് ടേബിൾ എന്ന് കിട്ടിയില്ല, അതുകൊണ്ടാണ് അത് വെച്ച് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഫേസ് വരുന്ന രീതിയിൽ അതിന്റെ താഴെ എന്താണോ കളർ വരുന്ന രീതിയിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാന്നാണ് ഇത് പറയുന്നത്. വേറെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഏകദേശം ധാരണ കിട്ടിയില്ലേ? വന്ന് ചെയ്ത് കഴിയുമ്പോ ഓക്കെ ആവും കേട്ടോ. അന്നമ്മ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? സോറി. നമുക്കിനി കുറച്ച്, ഞാൻ ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ലാംഗ്വേജ് ഏരിയ നമുക്കറിയാലോ, ആദ്യം നമ്മുടെ പ്രാക്ടിക്കൽ ഏരിയ, ദെൻ സെൻസോറിയൽ, പിന്നെയാണ് ലാംഗ്വേജ് ഏരിയ വരുന്നത് അല്ലെ? അപ്പോ ആ ഒരു ഏരിയയില് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് പറയാം ലാംഗ്വേജ് ഏരിയ ആവുമ്പോൾ? ഇതിനെ കുറിച്ചാണ് കൂടുതലായിട്ട് ലാംഗ്വേജ് ഏരിയയിൽ. എന്താണ് സഹദൂന?
ഏതൊക്കെ വിധത്തിലാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുക? നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ചെയ്യുന്നുണ്ട് അല്ലേ? റീഡിംഗ്, ആ പ്രൊനൗൺസിയേഷൻ, ആ റീഡിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്, പിന്നെന്താണ് സ്പീക്കിംഗ്, പിന്നെ ലിസ്ണിംഗ്. ഇതൊക്കെ നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റുമായിട്ട് പറഞ്ഞു വന്ന സംഭവങ്ങളാണ്. നമ്മളൊരു യൂണിറ്റ് അതിനു വേണ്ടി മാത്രം മാറ്റി വെച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിനകത്ത് നമ്മള് ആദ്യം പറയുന്ന ഒരു കാര്യം, പ്രത്യേകം മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് സിലബിക് സൗണ്ട് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കേട്ടിട്ടുണ്ടോ എന്താണ് സിലബിക് സൗണ്ട് എന്ന്? No, ma'am. ഇല്ല, കേട്ടിട്ടില്ല അല്ലെ? സിലബിക് സൗണ്ട് യൂഷ്വലി കണ്ടെയ്ൻ എ വൊവൽ സൗണ്ട്, സം കൺസണന്റ് സൗണ്ട് ഓൾസോ സിലബിക് സൗണ്ട്. സിലബിക് സൗണ്ട് എന്ന് പറഞ്ഞാല് എന്താണ്? അത് വൊവൽ സൗണ്ടിനോട് സമാനമായിട്ടുള്ള സൗണ്ട് ആണ് സിലബിക് സൗണ്ട് എന്ന് പറഞ്ഞാല്. പക്ഷെ അത് എന്താ പറയാ, ചില കൺസണൻസിനെ നമ്മൾ സിലബിക് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന രീതി, എം, എക്സ്, എൻ, എൽ ഇത്തരത്തിലുള്ള ലെറ്റേഴ്സ് നമ്മൾ എന്തായിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് വരുന്നത്? അതിന്റെ പ്രൊനൗൺസിയേഷൻ ഏത് വാക്കിൽ നിന്നാണ് ആരംഭിക്കുന്നത്? എം, എം എങ്ങനെയാ? എ അല്ലേ മാം? അതെ അതെ. എക്സ്, എക്സ് എന്താണ്? എ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ, എൻ എ ആണ്. എ ആണ്. ഓക്കെ, എൽ എ ആണ് അല്ലെ? ഓക്കെ, അപ്പോ ഇതിന്റെ കൂടെ ഏത് ഊവല ചേർക്ക? എം. എങ്ങനെ എം എൽ എ? എം എൽ എ എന്ന് പറയുമ്പോ നമ്മൾ ഏത് ഊവലാണ് ചേർക്കുന്നത്? എം എന്ന് പറഞ്ഞ കൺസണന്റ് സൗണ്ട് അല്ല, അപ്പൊ എ അല്ലേ അതിനകത്ത് ചേർക്കുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ ആൻ വരുന്നത്? ആൻ എം എൽ എ എന്നല്ലേ പറയുള്ളൂ, അല്ലെങ്കിൽ ആൻ എക്സ്റേ എന്നല്ലേ പറയുള്ളൂ. എന്തുകൊണ്ടാ വരുന്നത് അങ്ങനെ? ചെറിയ ക്ലാസ്സിലൊന്നും പഠിച്ചിട്ടില്ല. അത് വവൽസിന്റെ കൂടെ ആൻ എം എൽ എ, ആൻ എക്സ്റേ അങ്ങനെയൊക്കെയാ നമ്മൾ പറയാ അല്ലെ? എക്സ് എന്നൊക്കെ പറയുമ്പോൾ കൺസണന്റ് സൗണ്ട് ആയിട്ടാണ്, അല്ലെങ്കിൽ എം എന്നൊക്കെ പറയുമ്പോൾ കൺസണന്റ് ആണ്, വൊവൽ അല്ല. പക്ഷെ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് വൊവൽ ആയിട്ടാണ് അല്ലെ? എം, എം എന്ന് പറയുമ്പോൾ എയാ വരുന്നത്, ഇവിടെ പ്രൊനൗൺസിയേഷനിൽ എയാ വരുന്നത്. എക്സ് എന്ന് പറയുമ്പോൾ പ്രൊനൗൺസിയേഷനിൽ എയാ വരുന്നത്. അപ്പൊ അതിന്റെ കൂടെ എന്ത് ചേർക്കും? ആൻ ആണ് ചേർക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത്? Yes, ma'am. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള സൗണ്ട്സിനെ സിലബിക് സൗണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതിയെടുത്തോളൂ സിലബിക് എന്താണെന്ന്. സിലബിക് സൗണ്ട് യൂഷ്വലി contain a vowel sound. Contain a vowel sound. Some consonant sound can be also syllabic sound.
ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് എം ഉണ്ട്, എക്സ് ഉണ്ട്, എൻ ഉണ്ട്, എൽ ഉണ്ട്. ഇതിന്റെ ഒക്കെ കൂടി ഇത് വരുന്ന വാക്കുകളുടെ കൂടെ നമ്മൾ ആൻ ആണ് ചേർക്കുന്നത്. ഓക്കെ, മിസ് എക്സാമ്പിൾ ഒന്നുകൂടെ പറയാമോ? എം എക്സ് കേട്ടോ, എം എക്സ് എൻ എൽ. എം എക്സ് എൻ എൽ. അപ്പൊ എഫ് മാം, എന്താണ് എഫ് എഫ് എഫ്? എഫ് വരും. എഫും എച്ചും എസ് ഒക്കെ വരില്ലേ? അതായത് പ്രൊനൗൺസ് ചെയ്യണത് നമ്മള് എഫ് എന്ന് പറഞ്ഞ രീതിയിൽ ആ ഒരു വേർഡ് അങ്ങനെ വരുന്ന രീതിയിൽ പ്രൊനൗൺസ് ചെയ്താലാണ് ആൻ വരുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എം എൽ എന്ന് പറയുമ്പോൾ എം ആണ്, അങ്ങനെയല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുപോലെ എഫ് വരുന്ന വാക്കുകൾ, അതായത് ഇപ്പോ ഫാദർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ആൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫാദർ ഫായ ആയിട്ടാണ് പോകുന്നത്. അതിൽ എഫ് എന്നാണ് തുടങ്ങിയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിലാണ് ആൻ വരുന്നത്. ഓക്കെ, അത് പ്രത്യേകം മനസ്സിലാക്കുക. അടുത്തത് നോക്കാം. ഞാനിവിടെ ഒരു പേജ് കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? കാണാം മാം. കാണാം. അതിനകത്ത് നമ്മള് വേർഡ്സിനെ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മള് എന്താണ് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഓരോ വേർഡുകളും എങ്ങനെയാണ് വരുന്നത്, അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണ്, ഓരോ വേർഡ്സിനെ നമ്മൾ ഏത് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു പോന്നിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് ആദ്യത്തെയാണ് പിങ്ക് സ്കീം എന്ന് പറയുന്നത് കേട്ടോ. പിങ്ക് സ്കീമിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് വെച്ചാല് അത് പിങ്ക് പേപ്പറിലാണ് എഴുതിയിട്ട് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അതിനെ പിങ്ക് സ്കീം വരുന്നത്. അപ്പൊ പിങ്ക് സ്കീമില് ചില വേർഡ്സ് വരുന്നുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. ബാറ്റ്, മാറ്റ്, ക്യാറ്റ്, റാറ്റ്, പാൻ, വാൻ, ക്യാൻ, ടാപ്പ്, മാപ്പ്, അതുപോലെ തന്നെ ക്യാപ്പ്. ഇത്തരം കാര്യങ്ങളൊക്കെ പിങ്ക് സ്കീമിലാണ് വരുന്നത്. വേറെയും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, രണ്ടാമത്തെ പേജിൽ നോക്കിയാൽ അറിയാം. ക്യാബ്, റബ്ബ്, ജഗ്, മഗ്, വൺ, റൺ, കപ്പ്, പപ്പ്, നട്ട്, ബസ്. ഓക്കെ, ഇതൊക്കെ ഏത് സ്കീമിലാണ് വരുന്നത്? ഈ ലെറ്റർ വേർഡ്സ് ഒക്കെ ഏത് സ്കീമാണ്? പിങ്ക് സ്കീം. പിങ്ക് പേപ്പറിലാണ് ഇത്തരം വേർഡ്സിന്റെ ഒരു ഗ്രൂപ്പായിട്ട് ഇവരെ തിരിച്ച് എഴുതുന്നത് കേട്ടോ. അപ്പോ പിങ്ക് സ്കീം എന്ന് എഴുതിയെടുക്കും. പിങ്ക് സ്കീം അതിനകത്ത് കാണുന്നത് പോലെ തന്നെ എഴുതിയെടുത്തോളൂ കേട്ടോ. ഒരു ഡൗട്ട് ചോദിച്ചോളൂ. എന്ത് കാരണം കൊണ്ട് ഇത് പിങ്ക് സ്കീം? എന്ത് കാരണം കൊണ്ട് അത് പിങ്ക് സ്കീം എന്നോ? അതായത് 3 ലെറ്റർ വേർഡ് ആണ്. 3 ലെറ്റർ വേർഡ് ഒക്കെ നമ്മൾ സാധാരണയായിട്ട് പിങ്ക് സ്കീമിലാണ് ഉൾപ്പെടുത്താറ്. അതും നടുക്ക് നിങ്ങൾ നോക്കിയേ,
അതിന്റെ മിഡിലായിട്ട് എ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാറ്റ്, മാറ്റ്, എ വരുന്നു അല്ലെ. അപ്പൊ അത് നമുക്ക് പിങ്ക് സ്കീമിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ നോക്കൂ, യു വരുന്നത്, ദെൻ ഒ വരുന്നത്, ഇ വരുന്നത്, അതും 3 ലെറ്റർ വേർഡ്. അതുകൊണ്ടാണ് പിങ്ക് സ്കീമിൽ അതിനെ ഉൾപ്പെടുത്തുന്നത്. വവൽസ് വരുന്നത് അല്ലേ നടുവില്? ആ, വൊവൽസ് വരുന്നത്, വൊവൽസ് വരുന്നതെന്നും നമുക്ക് പറയാം. മാം ഇതൊന്ന് ബിഗ് സ്ക്രീനിലേക്ക് ആക്കാമോ മാം? ഇതാണ് ഇതിന്റെ ബിഗ് സ്ക്രീൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ. കിട്ടുന്നില്ല, എഴുതാനായിട്ട് പറ്റുന്നില്ലേ? പറഞ്ഞു തന്നോ? സൂം ചെയ്താ മതി. സൂം ചെയ്യണം. ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് ചോദിക്കട്ടെ. നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട് മാം. നമുക്ക് ചെയ്താ മതി എന്ന് എഴുതുന്നവർക്ക് മിസ്സല്ല. എടാ എനിക്ക് വന്നില്ലല്ലോടാ. നിങ്ങൾക്ക് ചെയ്താൽ മതിയോ? ഞങ്ങൾക്ക് ചെയ്യാൻ യെസ് മാം, പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, എഴുതിയെടുത്തോളൂ കേട്ടോ. മാം പിങ്ക് സ്കീമിൽ പറഞ്ഞ അത്ര എഴുതിയാൽ മതി. അടുത്ത പേജിലേയും കൂടി എഴുതണോ ഈ കൂട്ടത്തില്? അടുത്ത പേജ് എഴുതണം. അതിനകത്ത് യു വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതും പിങ്ക് സ്കീമാണ്. യുന്ന് നിങ്ങളൊന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് താഴെയുള്ള വാക്കുകൾ എഴുതുക. ഓക്കെ. കബ്, റബ്ബ്, ജഗ്, മഗ്. മിസ് ഇതിലെ 6ാമത്തെ ഡി എന്നല്ലേ? എന്താണ്? ഈ ഡെന്നാണോ? ഡെന്നാണോ? 6ാമത്തെയോ? റൺ എന്നാണ്. റൺ. യു വരുന്നതാണ് സഹദൂന് എഴുതുന്നത്. ഏത് വരുന്ന എഴുതുന്നേ? ഓയാണ്. സഹദൂന് ഈ ചോദിക്കുന്നത് ഈ DEN ഡെന്ന്, അതാ അവള് ചോദിക്കുന്നത്. ഡെൻ ഗുഹ. പെൻ, ടെൻ, അതല്ലേ? അതല്ലേ വരുന്നേ? ഞാൻ ഇവിടെ ഫീൽ ചെയ്ത് അതുകൊണ്ട് ആ, പെണ്ണ്, ടെന്ന്. 6ാമത്തെ. 6ാമത്തത് ഡെൻ, ഡെൻ, DEN. എനിക്കത് ഓർമ്മ ഫീൽ ചെയ്തത്. ഓ ഓ ഓ, ഓക്കെ ഓക്കെ, DEN ആണ് കേട്ടോ. നമ്മള് പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയിലും വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് നമ്മള് സാധാരണ ഇപ്പൊ ഈ ലെറ്റർ എന്നത് വരുന്നില്ല എങ്കിലും ചില ഇപ്പൊ നമ്മള് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു വേർഡ് അതെങ്ങനെയാണ് ശരിക്കും പ്രൊനൗൺസ് ചെയ്യുക? നമ്മള് സാധാരണ ഹോട്ടൽ എന്നാണ് പറയുന്നത് അല്ലെ? ശരിക്കും അത് പ്രൊനൗൺസ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഹോട്ടൽ, ഹോട്ടൽ, ഹോട്ടൽ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ഹോട്ടൽ. ഹോട്ടൽ. നിങ്ങൾ അമേരിക്കക്കാരുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി എങ്ങനെയാണ് ഹോട്ടൽ എന്ന് പറയുന്നത്.
ഹൗ ടെൽ അങ്ങനെയാ പറയാ, ഹൗ ടെൽ. അപ്പോ ചില വേർഡ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ട്, നമ്മള് വേറെ രീതിയിലാണ് അത് പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ തനിയെ തന്നെ അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ. മിസ് അതുപോലെ എട്ടാമത്തത് എന്താണ്? മെറ്റ് എന്നാണോ? ആ മെറ്റ് ആണ്, മെറ്റ്, MET, മെറ്റ്. പത്തില്ലല്ലോ, ഏ പത്താമത്തെ ഇല്ലല്ലോ, ബ്ലാങ്ക് അല്ലേ അത്? പത്താമത്തെ ഇല്ല. 9 എഴുതിയാൽ മതി. എല്ലാവരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിയുമ്പോ പറയണേ. എഴുതി കഴിഞ്ഞോ എല്ലാവരും? യെസ് മാം, കഴിഞ്ഞു. ഓക്കെ. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഐ വരുന്നതും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. കണ്ടോ? റിബ്, വിബ്, നിബ്, ഫിഗ്, പിഗ്, ബിഗ്, കിറ്റ്, സിറ്റ്, പിറ്റ്, കിഡ്. അതും കൂടി എഴുതിക്കോളൂ. മാം അതിന്റെ താഴത്ത് എഴുതണോ ബ്ലൂ സ്കീം? ബ്ലൂ സ്കീം എഴുതിക്കോ. ബ്ലൂ സ്കീമിന്റെ പ്രത്യേകത 4 ലെറ്റേഴ്സ് ഉണ്ടാവും കേട്ടോ. 4 ലെറ്റേഴ്സ് ആണ് ഉണ്ടാവുക. അതാണ് അതിന്റെ പ്രത്യേകത. നോക്കി നിങ്ങള് സാൻഡ്, ലാൻഡ്. അപ്പൊ ഓരോ ചില ലെറ്ററുകൾ നടുക്ക് വരുന്നതായിട്ട് കാണാം നമുക്ക്. ഫസ്റ്റ് എ ആണ്, പിന്നെ ഐ വരുന്നുണ്ട്, പിന്നെ ഇ വരുന്നുണ്ട്, ഒ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പിങ്ക് സ്കീമിൽ എഴുതിയ പോലെ തന്നെ ചില ലെറ്റേഴ്സ് കോമൺ ആയിട്ട് മിഡിലായിട്ട് വരും. ഓക്കെ. 4 ലെറ്റേഴ്സ് ഉണ്ടാവും ബ്ലൂ സ്കീമിൽ കേട്ടോ. ആ ബ്ലൂ സ്കീമിലെ 5ാമത്തെ ക്രാഫ്റ്റ് 5 ഉണ്ടാവില്ലേ? ക്രാഫ്റ്റ് എന്നാണ് എഴുതിയത്. ബ്ലൂ സ്കീം വരണം. എന്താ? 4 ലെറ്റേഴ്സ് ഉണ്ടാവും, ചിലപ്പോ അതിൽ കൂടുതൽ ഉണ്ടാകും, 5 എണ്ണമൊക്കെ ഉണ്ടാകും. ഓക്കെ. കോമൺ ആയിട്ട് നമ്മളതങ്ങനെ പറയുന്നതാണ്. ഭൂരിഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ലെറ്റർ ആണ് ഉണ്ടാവുക. ഇനി ചില വേർഡ്സിനൊക്കെ 5 ലെറ്റർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
മാം ഓയുടെ കൊടുത്തേക്കുന്ന ക്ലോസ് ആണ് മാം ലാസ്റ്റ് നാലാമത്തേത്. CLOSE ആണോ? ഏതാണ്? ഓ നാലാമത്തേലല്ലേ? ക്ലോക്ക് ക്ലോട്ട് ആണ്. ക്ലോട്ട്. CLOTE ആണോ? അതെ CLOT. ഇതില് യുവിന്റെ ഓല് ഫസ്റ്റത്തെ ഏതാ? ഫസ്റ്റത്തെ ഓല് ഫസ്റ്റത്തെ ഫസ്റ്റത്തേത് കോണ്ട് എന്നാണ് തോന്നുന്നു. COND. ലോങ് ആണോ? ലോങ് ലോങ് ആണ് കേട്ടോ. സോറി ലോങ് ആണ്. ലോങ് അല്ല മിസ്സേ, ലോങ് അല്ല. ലോങ് ആണ്. ക്രോപ്പ്, ക്ലോക്ക്, പ്ലോട്ട്. ലോങ്, ക്രോപ്പ്, ക്ലോക്ക്, ക്ലോത്ത്. ഓക്കെ. ഒരു കാര്യം ക്ലോത്ത് എന്ന് പറഞ്ഞില്ലേ, അവർ ക്ലോട്ടാണ്. CLOTE. ക്ലോട്ട്. ഏത് കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ. അടുത്ത സ്കീം പറയാം. കഴിഞ്ഞു. ഗ്രീൻ സ്കീമാ. ഇനി അടുത്തത് ഗ്രീൻ സ്കീമാണ്. നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ചാൽ അറിയാം എന്താണ് ഇതിന്റെ പ്രത്യേകത. ഒന്ന് നോക്കിയേ, എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി? വവ്വൽസിന്റെ എയും ഐയും വരും, അതുപോലെ തന്നെ എയും ഐയും, പിന്നെ ലാസ്റ്റ് എയും വൈ ആണോ? അതെ, AY. അതായത് വേർഡ്സില് കോമൺ ആയിട്ട് AI എന്നിങ്ങനെ കാണപ്പെടുന്നു. അതുപോലെ തന്നെ AE ലെറ്റർ കാണപ്പെടുന്നു, AY ലെറ്റർ കാണപ്പെടുന്നു. ഓക്കെ, നിങ്ങൾ നെയിൽ എന്ന് പറയുമ്പോൾ IL ലാസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റെയിൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. റെയിൽ എന്ന് പറയുമ്പോൾ AI അതും വരുന്നുണ്ട്. പിന്നെ AEയുടെ നോക്കിയേ നിങ്ങള് നോക്കിയേ, ഗ്രേഡ് എന്ന് പറയുമ്പോൾ AE ആ ലെറ്റർ ഒരുമിച്ച്, അതായത് ഒരെണ്ണത്തിന്റെ കൂടെ തന്നെ അല്ലെങ്കിലും ഗ്യാപ്പ് ഇട്ട് എന്ത് വരുന്നുണ്ട്? AE വരുന്നുണ്ട്. പിന്നെ AY, ഡെയിലുണ്ട്, ക്ലെയിലുണ്ട്, സേ, പ്ലേ, സ്പ്രേ, അങ്ങനെയുള്ള കോമൺ ആയിട്ട് ആ രണ്ട് ലെറ്ററുകൾ അടുപ്പിച്ചോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഇട്ടോ കാണപ്പെടുന്നതാണ് ഇത് ഗ്രീൻ സ്കീം എന്ന് പറയുന്നത്. അപ്പൊ എഴുതിയെടുത്തോളൂ കേട്ടോ.
കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ഇത്തരം സ്കീമുകള് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു, പിങ്ക് സ്കീം എന്ന് പറയുമ്പോൾ പിങ്ക് പേപ്പർ, അതായത് പിങ്ക് ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഈ കാര്യങ്ങളൊന്ന് എഴുതുക. അതായത് ഏതൊക്കെ വേർഡ്സ് ആണ് വരുന്നതെന്ന്. ബ്ലൂ സ്കീം ആവുമ്പോൾ ഏത് പേപ്പറിലാണ് നമ്മൾ എഴുതേണ്ടത്? ബ്ലൂ ചാർട്ട് പേപ്പറിൽ. ബ്ലൂ ചാർട്ട് പേപ്പറിൽ. അതായത് നമ്മൾ വലുതായിട്ടൊന്നും എഴുതേണ്ട, കുഞ്ഞു പീസുകളായിട്ട് മുറിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഈ വേർഡ്സ് നമ്മൾ എഴുതിയാൽ മതി. കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യാൻ പാകത്തിന് നമ്മൾ എഴുതണം. പിന്നെ ഗ്രീൻ സ്കീം ആവുമ്പോൾ അത് ഗ്രീൻ ചാർട്ട് പേപ്പറിലാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും ചെയ്യുക കേട്ടോ. ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ ഉണ്ടോ? ഉണ്ട് ഹലോ, ഹലോ, അവൈലബിൾ ആണ്. അത് കിട്ടും. ഓക്കെ മാം. ഓരോ വേർഡ്സ് ആയിട്ട് സെപ്പറേറ്റ് ആക്കണ്ടല്ലോ, ഒരു ചാർട്ട് പേപ്പറിൽ തന്നെ ബ്ലൂ സ്കീമിന് ഹെഡിങ് കൊടുത്തിട്ട് താഴെ താഴെ അങ്ങനെ എഴുതണ്ടേ? താഴെ താഴെ എഴുതിയാൽ മതി. ഇപ്പൊ എ വരുന്നത് ഉണ്ടല്ലോ, അത് ഒരു പീസ് പേപ്പർ എടുത്തിട്ട് അത് ചെയ്യുക. ഐ വരുന്നത് വേറൊരു പീസ് പേപ്പർ എടുത്തിട്ട് ചെയ്യുക. ഇ വരുന്നത് പിങ്ക് സ്കീമിൽ തന്നെ ഐയും ഇയും ഓയൊക്കെ വരുന്നുണ്ടല്ലോ, അത് വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് വെക്കുക കേട്ടോ. വേറെ മുമ്പത്തെ ബാച്ചിലെ സ്റ്റുഡൻസിനൊക്കെ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താണ് എക്സാമിന് വരുമോ? എക്സാം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഓക്കെ, എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സമയം. ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്, എക്സാമിന് വരുമോന്ന് ചോദിച്ചാ. എക്സാമിന് വരില്ല. പ്രാക്ടിക്കൽ ഏരിയ ഒന്നും തന്നെ എക്സാമിന് വരില്ല. ഇത് നിങ്ങള് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ എക്സാമിന് വരില്ലെന്നും പറഞ്ഞ് നമ്മളത് ചെയ്യാതിരിക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് പ്രാക്ടിക്കൽ ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജ് ഏരിയ. നമ്മള് എക്സാം ഇല്ലെങ്കിൽ കൂടിയും നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇത് വൈവയ്ക്ക് ചോദിക്കുന്നതായിരിക്കും. വൈവയ്ക്ക് ചോദിക്കാം. പ്രാക്ടിക്കൽ ഏരിയയിലെ അതുപോലെ തന്നെ സെൻസോറിയൽ ഏരിയയിലേക്ക് ആക്ടിവിറ്റീസ് ചോദിക്കാം. വേണമെങ്കിൽ ലാംഗ്വേജ് ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചോദിക്കാം വൈവയ്ക്ക്. ഓക്കെ, ഇപ്പൊ മനസ്സിലായ എല്ലാവർക്കും? ലാംഗ്വേജ് ഏരിയയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ഇനി ഇത് ഇതുപോലെ തന്നെ ചെയ്യുക. കളർ ഏതാണോ പറഞ്ഞിട്ടുള്ളത് ആ കളർ ചാർട്ട് പേപ്പറിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി സമയം ബാക്കിയുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ് എന്നത്തോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അതിന് മുമ്പ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. 10-12 മിനിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ ഓൺ ആണെങ്കിൽ അത് കാണാം. ഓൺ ആവുകയാണെങ്കിൽ നിങ്ങളുടെ സഹദൂന ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് നോക്കുവോ? ചെയ്യാൻ റെഡിയാണോ? സദൂന പോയോ? ആൽഫിയ ക്യാമറ ഓൺ ആയോന്ന് ഇതാണ്. ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ? ഞാൻ എടുത്തു വെച്ചിട്ടില്ല മാം, ഒന്ന് എടുത്തു വെക്കട്ടെ. ഓക്കെ. സഹദൂന ഓണായല്ലോ ക്യാമറ. സഹദൂനയെ കാണുന്നുണ്ട്. സ്റ്റക്കായിട്ട് നിൽക്കുവാണ്, എന്നാലും കാണുന്നുണ്ട്. കാണുന്നുണ്ട്.
സഹോന പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുന്നില്ല. അൽഫിയ റെഡിയാണോ ചെയ്യാനായിട്ട്? മാം ഒരു മിനിറ്റ്. മാം എന്റെ കൂടെ എന്റെ മോൻ ഉണ്ട്. കുഴപ്പമുണ്ടാവോ? അവനിപ്പോ ഉറക്കത്തിന് ഇല്ല, ഒരു കുഴപ്പമില്ല, ചെയ്തോളൂ. ഹായ്. കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട്. അവനിപ്പോ തന്നെ ചെയ്തു തുടങ്ങിയത്. എടുത്തു വെച്ചിട്ട് അവൻ ക്യാമറ ഓഫായി. ഞാൻ ഫീൽ ചെയ്യട്ടെ. ഓക്കെ മാം. മതി മതി. സ്റ്റാർട്ട് ചെയ്തോളൂ. മാം ഇംഗ്ലീഷിൽ പറയണോ? വേണ്ട, മലയാളത്തിൽ പറഞ്ഞാൽ മതി. മാം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ടേക്ക് എ ഗ്രീൻ മാറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് റെഡ് മാറ്റ് ഇട്ടേക്കണേ തറയില്. ഞാൻ സ്പൂണിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ മാം. അത് കഴിഞ്ഞിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. 2 ബൗള് സെയിം അളവിലുള്ള 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് പൾസസ് എടുത്തിട്ടുണ്ട്, കടല എടുത്തിട്ടേക്കണേ. അപ്പൊ അതിന്ന് അവൻ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഓരോ ബൗളിലേക്ക്. എത്ര ഇത്? അങ്ങനെ ഇല്ല, സ്പൂണിന് കുറച്ചിട്ടായി. ഓക്കെ, വെരി ഗുഡ്. ഇതിലേക്ക് അതിലേക്ക് ഓക്കെ. നീട് ഇട് നീട് നീട്ടോ. ആയിട്ടോ. മാം അത് ഫില്ല് ചെയ്യണ്ടേ അതിലേക്ക്? ഫില്ല് ചെയ്തോളൂ. കുറച്ചു മതി, വേണേ കുട്ടിക്ക് പറ്റാവുന്നത്രയും ചെയ്യിപ്പിച്ചാൽ മതി. മതി 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 മതി. ഞാനിത് ഇംഗ്ലീഷിലാണ് അന്ന് സാറിന് അയച്ചു കൊടുത്തത്, വീഡിയോ എടുത്ത്. അത് മതി. ഓക്കെ, അയക്കുമ്പോ ഇംഗ്ലീഷിൽ തന്നെ അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ മാം. സാധുവിനെ ലെഫ്റ്റ് ആയി തോന്നുന്നു. നന്നായിരുന്നു കേട്ടോ ആൽഫിയ. എനിക്ക് ഞാൻ പറയണത് കേൾക്കണ്ടായില്ല. ഇപ്പൊ ക്യാമറ ഓൺ ചെയ്യാമോ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ.
ഉണ്ടോ? ക്യാമറ ഓൺ ചെയ്തേ. ആ മാം കേൾക്കാൻ പറ്റുന്നില്ല, സ്റ്റക്കായി നിൽക്കുന്നു. കേൾക്കാൻ പറ്റുന്നില്ല സാധുന. മാം എന്തോ റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു മാം. ആ സാധുന ഒരു കാര്യം ചെയ്യല്, നമ്പർ ഞാനിവിടെ തന്നേക്കാം. എന്റെ നമ്പറിലേക്ക് ഒന്ന് വീഡിയോ അയച്ചു തരും. എത്ര ദിവസമായാലും ഇതിന്റെ പുറകെ നടക്കുന്നു. എന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കമന്റ് ബോക്സിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് അയക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്ക് എക്സാം സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, എല്ലാവരും കണ്ടോ? നമ്പർ കണ്ടോ? മാമിന്റെ നമ്പർ അല്ലേ? അതെ അതെ, നമ്പറാണ് കേട്ടോ. ഓക്കെ, എന്താ ഫോൺ നമ്പർ പറഞ്ഞു തരാമോ? ഞാൻ ഇവിടെ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് 974471. ഓക്കെ, ഓയോ സോറി. ഇത് ആക്ടിവിറ്റി ഒക്കെ അപ്പൊ അയക്കേണ്ട ഏത് നമ്പറിലേക്കാ മിസ്സേ? ഈ നമ്പർ അല്ല കേട്ടോ, ഞാനൊന്ന് പറഞ്ഞു തരാം. ഈ നമ്പർ ആരും നോട്ട് ചെയ്തതേ, തെറ്റി പോയിട്ടുണ്ട്. ബാക്ക് സ്പേസ് അടിക്കാനും പറ്റുന്നില്ല. 9744715038. 9744715038 കേട്ടോ. 5038. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ മതി. ഓക്കെ 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 ഓക്കെ. കേൾക്കാമോ? ഞാൻ ഈ കമന്റിൽ ഇട്ടിരിക്കുന്ന നമ്പർ തെറ്റാണ് കേട്ടോ. അതല്ല കേട്ടോ, എന്റെ നമ്പർ ഞാൻ പറഞ്ഞ നമ്പറാണ് ശരി. അത് പോകുന്നില്ല. ഒരു മിനിറ്റ് കേട്ടോ, ഡിലീറ്റ് ആവുന്നില്ല. ഓക്കെ, അപ്പോ നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. അപ്പോ സഹദുവിനെ അതിനകത്തോട്ട് അയച്ചു തന്നാൽ മതി, നമ്പറിലോട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പൊ സഹദുവിന്റെ വിഷമം മാറും. കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമമൊക്കെ മാറും. ഓക്കെ, ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് കാണിക്കാം. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് കാണിച്ചാലും മതി. ഓക്കെ, അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, PDF മാത്രം വായിച്ചു പോകരുത്, അതിന് പുറത്തേക്കുള്ള കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. അപ്പാരറ്റസിന്റെ ഫോട്ടോ ഇടില്ല, അപ്പാരറ്റസിന്റെ ഫോട്ടോ ക്ലാസ് റൂമിൽ ഇടില്ലേ, നമ്മള് പ്രാക്ടിക്കൽ റെക്കോർഡിന് വേണ്ടിയിട്ട് പിക്ചർ എടുക്കാൻ? ചിലത് ക്ലാസ് റൂമില് ഇടുന്നാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ജിഷ മാഡത്തിനാണ് കൂടുതലായിട്ട് അറിയാം. ഇടുന്നാണ് പറഞ്ഞിരുന്നത്. നോക്കാം നമുക്ക്. എന്തായാലും നിങ്ങൾ പ്രാക്ടിക്കൽസിന് വരുമ്പോൾ കാണാലോ, പ്രാക്ടീസ് നേരിട്ട് കാണാലോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.